ഹലോ, 46 രൂപ ഫ്ലിപ്കാർട്ട് അഫിലിയേറ്റ് ഏർണിങ്സിലൂടെ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഒരു കമ്മീഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഇവിടെ താഴെയുള്ള ഫ്ലിപ്കാർട്ട് കമ്മീഷനിലൂടെ എനിക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണാൻ സാധിക്കും. ഇവിടെ 46 രൂപ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ ആകെ ഒരു വീഡിയോയിലാണ് കാര്യമായിട്ട് ഞാൻ ഈ ഒരു ക്ലിപ്പ് ഇട്ടത്, ഒരു പ്രൊഡക്റ്റിന്റെ ക്ലിപ്പ്, അതായത് ഈ ഒരു മേക്കിന്റെ ക്ലിപ്പ് ഇട്ടത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ക്രിയേറ്റ് ചെയ്ത വീഡിയോ അല്ലാതെ അത് ഫേസ്ബുക്ക് റീൽസിൽ വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ, ടിപ്സ്. അപ്പൊ അതിലൂടെ ഈ ഒരു മേക്കിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ഈ പ്രൊഡക്റ്റിന്റെ ഫോട്ടോ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലിപ്കാർട്ടിലൂടെ. അപ്പൊ അതിൽ നിന്ന് ആരോ ഒരാൾ പർച്ചേസ് ചെയ്ത്, അപ്പൊ അതിലൂടെ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഒരു കമ്മീഷനാണ് 46 രൂപ. ഇത് വളരെ ചെറിയ തുകയല്ലേ, തുച്ഛമായ തുകയല്ലേ എന്ന് നിങ്ങൾക്ക് കരുതുന്നുണ്ടാവും. ഞാൻ ഇതിനെ കാര്യമായിട്ട് എടുക്കാറില്ല. കാരണം ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കാൻ എനിക്ക് ടൈം കിട്ടാറില്ല. അതുകൊണ്ട് ആകെ ഒരു വീഡിയോ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നു. താഴെ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. നിങ്ങളൊന്ന് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരുപാട് പ്രൊഡക്റ്റുകൾ കാണാൻ സാധിക്കും. വീട്ടിൽ തന്നെ പല പ്രൊഡക്റ്റും കാണാൻ സാധിക്കും. അതായത് കിച്ചൺ ഐറ്റംസ് ആയാലും ശരി, അതുപോലെ തന്നെ ഡ്രസ് ഐറ്റംസ് ആയാലും ശരി, അതുപോലെ തന്നെ ഇലക്ട്രിക് ഐറ്റംസ് ആയാലും ശരി, എന്തായാലും ശരി, നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ റിവ്യൂ ചെയ്തിട്ട് ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഫ്ലിപ്കാർട്ടിലൂടെ എടുത്തിട്ട് നിങ്ങൾക്ക് അതിന്റെ പ്രൊഡക്റ്റ് ടാഗ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു റീലാക്കി കഴിഞ്ഞാൽ അതിലൂടെ ആരൊക്കെയാണോ നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങുന്നത്, അതിലൂടെ എടുക്കുന്നത്, അതിൽ കൂടി നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്കും കമ്മീഷൻ ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഞാൻ മുമ്പ് ഈ ഒരു വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഫ്ലിപ്കാർട്ടിലൂടെ ഒരു പ്രൊഡക്റ്റിന്റെ വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ ലിങ്ക് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു വീഡിയോയിലൂടെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കമന്റിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫേസ്ബുക്കിന്റെ മാത്രം ഏണിങ്സ് പ്രതീക്ഷിച്ചിട്ട് ഇരിക്കണ്ട. ഇത് ഫേസ്ബുക്കിന്റെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. ഫേസ്ബുക്കായിട്ട് യാതൊരു തരത്തിലുള്ള, അതായത് മെറ്റയായിട്ട് യാതൊരു തരത്തിലുള്ള കണക്ഷനും ഇതിന്റെ ഏണിങ്സിന് ഉണ്ടാവുന്നതല്ല. ഈ മെറ്റയുടെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും എന്നേ ഉള്ളൂ. അതല്ലാതെ ഇതിൽ നിന്നുള്ള ഒരു കമ്മീഷന് മെറ്റയുടെ ഭാഗത്തുനിന്നും നമുക്ക് ലഭിക്കില്ല. അതും കൂടാതെ നമുക്ക് ഇതിന്റെ ഏണിങ്സ് ഒരു മാസം ടോട്ടൽ എത്രയാന്ന് വരുന്നത് അത് മൊത്തത്തിൽ ഒരുമിച്ചിട്ടായിരിക്കും നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തത്തുള്ളൂ എന്നാണ് മെറ്റ ടീമുമായിട്ട് ഞാൻ കണക്ട് ചെയ്തപ്പോൾ മെറ്റയിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു ഡീറ്റെയിൽസും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. എപ്പോഴാണ് ഈ വരുമാനം നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നില്ലേ എന്ന് നമ്മൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ യാതൊരു ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടില്ല. പക്ഷെ ഇത് കൊടുക്കാത്തത് കൊണ്ട് ഞാൻ മെറ്റയായിട്ട് ഡയറക്റ്റ് ചാറ്റ് ചെയ്തപ്പോഴാണ് അവരിൽ നിന്നാണ് എനിക്ക് ഈ ഒരു ഡീറ്റെയിൽ കിട്ടിയത്. അതായത് നമ്മൾക്ക് ഏണിങ്സ് മൊത്തത്തിൽ ഒരു മാസത്തെ എമൗണ്ട് ടോട്ടൽ ആക്കിയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും. മെറ്റയുടെ എമൗണ്ട് വരുന്ന രീതിയിലല്ല ഇത് വരുന്നത്. ഇത് ഏത് ടൈമിന് വരുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. അത് അവർക്ക് ഫ്ലിപ്കാർട്ടിന് മാത്രമേ അറിയും എന്നാണ് മെറ്റയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരം. അപ്പോൾ നമുക്കും അറിയില്ല അത് ഏത് സമയത്താണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത്. എന്തായാലും ഒരു മാസത്തെ എമൗണ്ട് ടോട്ടൽ ആയിട്ടായിരിക്കും വരുന്നത് എന്നാണ് അവരിൽ നിന്ന് കിട്ടിയ ഒരു ഉത്തരം. അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതിൽ കൂടെ ഈ ഫ്ലിപ്കാർട്ട് ഏണിങ്സ്, അഫിലിയേറ്റ് ഏണിങ്സിലൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. നമ്മൾക്ക് മുമ്പേ ഈ ആഡ് പ്രൊഡക്റ്റിന്റെ പരിപാടി ഉണ്ട് ഫേസ്ബുക്കിൽ. പക്ഷെ അത് ആമസോണിന്റെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. അതായത് ക്രോമിൽ അപ്ലോഡ് ചെയ്ത് അതിന്റെ അഫിലിയേറ്റ് പാർട്ട്ണർഷിപ്പ് നമ്മളുടെ ആഡ് ആയിട്ട് വേണം നമുക്ക് അതിന്റെ പ്രൊഡക്റ്റ് ലിങ്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിലങ്ങനല്ല. അതായത് ഫ്ലിപ്കാർട്ടിന്റെയും അതുപോലെ തന്നെ മിന്ത്രയുടെയും അങ്ങനെയല്ല. നമ്മളൊരു റീല് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ പ്രൊഡക്റ്റ്, അതായത് ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട റീൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്നുള്ള ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ ഒരു റീല് ഞാൻ ഒന്ന് എടുത്തതിന് ശേഷം ഞാൻ നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും. റീല് എടുത്തതിന് ശേഷം നമ്മൾ ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട റീലായിരിക്കണം നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ആ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, ആ പ്രൊഡക്റ്റ് നമ്മൾ എത്രത്തോളം ഉപയോഗിച്ചു, അതിന്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ പറഞ്ഞിട്ടുള്ളൊരു റിവ്യൂ ആയിരിക്കണം നിങ്ങളത് അവിടെ കൊടുക്കേണ്ടത്. എന്നിട്ട് വേണം ആ പ്രൊഡക്റ്റിന്റെ ഫോട്ടോ കൂടി നിങ്ങൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ നിങ്ങളുടെ കണ്ടന്റ് വേറേതോ അതുമായിട്ട് യാതൊരു തരത്തിലുള്ള സാമ്യവും ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഞാനൊരു റീൽ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പേജിലേക്ക് എത്തുമ്പോൾ തന്നെ, നെക്സ്റ്റ് പേജിലേക്ക് എത്തുമ്പോൾ തന്നെ ഇവിടെ ആഡ് പ്രൊഡക്റ്റ് എന്ന് കാണാൻ സാധിക്കും.
അപ്പോൾ ആ ആഡ് പ്രൊഡക്റ്റ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് കസ്റ്റംസ് ലിങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ആഡ് പ്രൊഡക്റ്റിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് നമുക്ക് സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. നമ്മൾ ഓൾറെഡി ഒരു പ്രൊഡക്റ്റിന്റെ വീഡിയോ എടുത്ത് ഇപ്പോൾ ഞാനതൊരു ബെഡ്ഷീറ്റിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ആ ബെഡ്ഷീറ്റ് നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാം. ഏതെങ്കിലും ഒരു കമ്പനിയുടെ ബെഡ്ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ പേര് വെച്ചിട്ട് തന്നെ നിങ്ങൾ സെർച്ച് ചെയ്യണം. ഇപ്പോൾ ബെഡ്ഷീറ്റിന്റെ ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ബെഡ്ഷീറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും കമ്പനിയുടെ ബെഡ്ഷീറ്റ് ആണ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയുടെ പേര് വെച്ചിട്ട് തന്നെ സെർച്ച് ചെയ്യണം. എന്നിട്ട് ഈ ബെഡ്ഷീറ്റ് ഞാനിപ്പോൾ അവിടെ ക്ലിക്ക് ഇട്ട് കൊടുത്ത് എന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യാറില്ല. നമുക്ക് ഇവിടെ ഈ കോപ്പി ലിങ്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്നിട്ട് നമ്മൾ റിവേഴ്സ് പോവാം. റിവേഴ്സ് പോയതിന് ശേഷം വീണ്ടും റിവേഴ്സ് പോവാം. റിവേഴ്സ് പോയതിന് ശേഷം ഈ താഴെയുള്ള ക്രിയേറ്റ് കസ്റ്റംസ് ലിങ്കിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ ഈ URL എന്നുള്ള ഭാഗത്ത് നമ്മൾ അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ബെഡ്ഷീറ്റ് വേണമെങ്കിൽ എന്താ പേര് എന്താ വേണ്ടത് അവിടെ അടിച്ചു കൊടുക്കാം. ബെഡ്ഷീറ്റ് ഓക്കെ. ബെഡ്ഷീറ്റ് അടിച്ചു കൊടുത്തിട്ട് നമ്മളവിടെ അതാണ്ട് അവിടെ അതിന്റെ ഫോട്ടോ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സേവ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ സേവ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ആ പ്രൊഡക്റ്റ് നമ്മളുടെ ആ റീലിന്റെ കൂടെ പ്രൊഡക്റ്റ് ടാഗായിട്ട് അടിയിൽ കാണുന്നതായിരിക്കും. ആ ബെഡ്ഷീറ്റിന്റെ വീഡിയോ ആയിരിക്കണം നമ്മൾ ചെയ്തിരിക്കേണ്ടത് കേട്ടാ. അതും കൂടി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം. ഓക്കെ. എന്നിട്ട് വേണം നമ്മളത് ഷെയർ ചെയ്ത് കൊടുക്കാനും. അങ്ങനെയാണ് നമ്മൾക്ക് ഇത് ആരെങ്കിലും ആ റിവ്യൂ കണ്ടിട്ട് ആ റീല് കണ്ടിട്ട് ആരെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള കമ്മീഷൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ കമ്മീഷൻ നമുക്ക് മാസം ടോട്ടലായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും. അത് മാസം ഏത് ഡേറ്റിനാന്ന് യാതൊരു ഉറപ്പില്ല. നമുക്ക് അത് ലഭിച്ചു കഴിഞ്ഞാൽ ഇതിപ്പം ഈ അടുത്ത് വന്ന ഈ ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ള വരുമാനം അപ്പം നമുക്ക് ലഭിച്ചു തുടങ്ങി കഴിഞ്ഞാലാണ് നമുക്ക് മനസ്സിലാവില്ല ഏത് മാസം ഏത് ഡേറ്റിനാണ് വരുന്നതെന്ന്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇതിൽ തന്നെ കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസത്തിൽ ഒരു 20-30 വീഡിയോ നിങ്ങൾ ഈ പ്രൊഡക്റ്റിന് ആഡ് ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെയുള്ള വരുമാനവും ലഭിക്കും. അതുകൂടാതെ തന്നെ ഇതിൽ ആരെങ്കിലും ഇതിലുള്ള പ്രൊഡക്റ്റ് ആരെങ്കിലും ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൂടെയുള്ള കമ്മീഷനും കൂടി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കണ്ടന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, കണ്ടന്റിന് ക്ഷാമുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടാവും. ആ പ്രൊഡക്റ്റിന്റെ വീഡിയോ നിങ്ങൾ തന്നെ റിവ്യൂ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ടാഗ് ചെയ്തിട്ട് ഞാനിപ്പോൾ ചെയ്ത പോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.